ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ റമളാനിലെ ഇഫ്താർ വ്ലോഗിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മുളക് ബജിയാണ്. പക്ഷേ എനിക്ക് അന്നൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇന്നാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോ നമ്മുടെ ഗിവ് എവേയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോക്ക് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നല്ല സപ്പോർട്ട് എനിക്ക് ഈ ഒരു ഗിവ് എവേയിൽ കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങളൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് സാധാരണ ഇത്രയും കമൻസും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഗിവ് എവേ വന്നതോടുകൂടി എനിക്ക് ഒരുപാട് കമൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? പ്ലീസ് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് അറിയണോ എന്ന് ചോദിച്ചിട്ട്. ഒരുപാട് പേര് ഓരോ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് റിമാമി, എന്താണ് പേര്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലും ഞാൻ വിചാരിച്ചതിലും കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള റിപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ, അതുപോലെ തന്നെ ഗിവ് എവേ അനൗൺസ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോ ആണ്, അതുപോലെ മുൻപത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ബാജി മുളക് എടുക്കുക. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ആ എരിവ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ള എരിവൊക്കെ ഒന്ന് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ അങ്ങ് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊരു തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല എരിവായിരുന്നു. അപ്പോൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളമാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഉൾഭാഗത്തേക്കൊക്കെ ആ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിനുള്ളിലെ വെള്ളമൊക്കെ ശരിക്കും പിഴിഞ്ഞെടുക്കണം. വെള്ളമൊക്കെ കറക്റ്റായിട്ട് ശരിക്കും പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലായിട്ട് മാറ്റാം. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി അതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് നമ്മുടെ കായല്ലേ, കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും മതി. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇപ്പോൾ പേസ്റ്റ് കറക്റ്റ് പേസ്റ്റ് രൂപത്തിലില്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചതച്ചിട്ട് അതിൻ്റെ നീരാണ് എടുക്കുന്നത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ മാവ് കൂട്ടി വരുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല കാണാൻ. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഇത് അല്ലാതെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ കൂടുതൽ ക്രിസ്പിനെസ് വേണമെന്നുള്ളവർക്ക് അരിപ്പൊടിയും ചേർക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട്, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ മുളകില്ലേ, ബാജി മുളക്, അതിന്മേൽ മാവ് കോട്ട് ചെയ്ത് നിൽക്കാൻ പാകത്തിന് വേണം ഇതിൻ്റെ ഒരു തിക്നെസ് വേണ്ടത്. ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ ആ സ്പൂണിൽ ഒട്ടി പിടിക്കുന്ന കണ്ടില്ലേ, അങ്ങനെ സ്പൂൺ കൊണ്ട് ഇത് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നാലും നല്ല തട്ടുകട സ്റ്റൈലിൽ നല്ല എന്താ പറയുക, പൊങ്ങി വന്ന് നല്ല മുരിഞ്ഞ മുളക് ബജി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവിലേക്ക് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവരുത്. വെള്ളം കൂടി പോയാൽ നമ്മുടെ മുളകിൽ അത് ഒട്ടി പിടിക്കില്ല. അപ്പോൾ അത് അതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. സ്പൂണിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു പഴംപൊരിയുടെ ഒക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറായി. അതുപോലെ സ്റ്റഫ്ഡ് മുളക് ബജിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിൽ ചിക്കൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി
12 മണി വരെയാണ് ഈ വീഡിയോക്ക് കമൻറ്റ് ഇടേണ്ട ടൈം കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. താങ്ക് യു.